ഇത് ഫുൾ ഓൺ കൊടുക്കുന്നേ. ഞാനും മമ്മൂട്ടി ഒരേമാതിരി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സ്വിഫ്റ്റിന്റെ വിലക്ക് ഒരു കറക്റ്റ് കേട്ടോ 5,95,000 രൂപയ്ക്ക് 2011 മോഡൽ BM ഒറിജിനൽ കേരള കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടി 5,95,000 രൂപയ്ക്ക്. അതാണ് സ്വിഫ്റ്റ് വാങ്ങുന്ന പ്രൈസിനാണ് ഒറിജിനൽ കേരള BM X1 ആണ്. മേജർ കംപ്ലൈന്റ്സ് ഒന്നും വരാത്ത വണ്ടിയാണ്. ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്തൊരു മനുഷ്യൻ തരാൻ പറ്റാത്ത വിലക്കാരമാണ്. ഡിസംബർ 31 വരെ നിങ്ങൾ ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഫുൾ ടാങ്ക് ഫ്യൂലും വരും. ഓഫർ പ്രൈസിന് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണില് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാഷ് ബാക്കും കിട്ടും. ക്യാഷ് ബാക്ക് കിട്ടും. ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 സീറ്റർ വണ്ടി, അത് ഡീസൽ വേരിയന്റ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ XUV 500 ഏറ്റവും കൂടിയ വേരിയന്റ് W11 ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കല്. അപ്പൊ 40,000 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കല് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഫുൾ ഹിസ്റ്ററി ഉള്ള ഈ കിഡ്ല വണ്ടി ഉണ്ടാവില്ല. നമ്മൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന അതും ഏറ്റവും ടോപ്പ് എൻഡില്. ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് സാധാരണക്കാരനും ഇടത്തരം ആളുകളും ഇനി പ്രീമിയം ലെവലുള്ള വാഹനമൊക്കെ നോക്കുന്നവർക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചില് നല്ല നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിലുള്ള വാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ ആയിട്ടുണ്ട്. ഒരു BM ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് എന്താ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിന് കളക്ഷനൊക്കെ ആയിട്ടും സാധാരണക്കാരന് പ്രീമിയം വെഹിക്കിൾ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ സ്വന്തം അച്ചായന്റെ അടുത്താണ്. അപ്പോൾ അനിലേട്ടന്റെ അടുത്താണ്. അല്ലേട്ട് നമ്മള് LFCന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ലൊക്കേഷൻ ഇപ്പൊ എല്ലാവർക്കും അറിയാന്നേ. പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട് റോഡ് വരിക. പാലക്കാട് റോഡ് വരുമ്പോൾ EMS ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലൊക്കേഷൻ LFC കിങ്സ്. നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ബുള്ളറ്റ് ഷോറൂമിന്റെ ABC മോട്ടോഴ്സ് റോയൽ എൻഫീൽഡിലെ ഷോറൂം ഉണ്ട്. അത് പക്ഷെ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള SUV-കളുണ്ട്, ചെറുകാറുകളുണ്ട്. BM ഒക്കെ നമുക്ക് ഒരു 6 ലക്ഷം റേഞ്ചിലൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ 5,95,000 രൂപ കൊടുക്കണം. 1000 കുറച്ച് ഇനി 5,95,000 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ അതിന്റെ അടുത്ത ഇയർ വരുന്നത് നമ്മൾ 6,95 കൊടുക്കണം. വേറൊരു സാധനം നമ്മുടെ സ്പെഷ്യൽ ഒരു പീസ് ഉണ്ട്, അതിവിടെ ഇല്ല. ആ വണ്ടിന്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. 2012 മോഡല് Audi Q5 ആണ്. 4,90,000 രൂപ ചെലവാക്കിയിട്ട് ലൈഫ് ടാക്സ് അടച്ച വണ്ടിയാണ്. ആ വണ്ടി 3 കൊല്ലം മുമ്പ് ലൈഫ് ടാക്സ് അടച്ച് ഇവിടെ കേരളത്തിൽ KL 53 ഫാൻസി നമ്പറിൽ കൊണ്ടെടുക്കാം. ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്തൊരു മനുഷ്യൻ തരാൻ പറ്റാത്ത വിലക്കാരമാണ്. 8,40,000 Q5. അപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഷോറൂമിൽ നേരിട്ട് സന്ദർശിക്കുക. അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് തരാം. വാട്സപ്പ് ചെയ്ത് കാറ്റലോഗ് കിട്ടും. അതുപോലെ തന്നെ ഫൈനാൻസ് വേണമെങ്കിൽ ഫുൾ ഫൈനാൻസ് കൊടുക്കും. അപ്പൊ മാക്സിമം ഡിസംബർ വരെ സ്പെഷ്യൽ ഓഫർ കൊടുക്കാറുണ്ട്. ഡിസംബർ 31 വരെ നിങ്ങൾ ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഫുൾ ടാങ്ക് ഫ്യൂലും വരും. ഓഫറാണ് കൊടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ഗംഭീര ഓഫറുകളൊക്കെ ആയിട്ടാണ്. ആ ഫസ്റ്റ് തന്നെ നമുക്കൊരു കിഡ്ലം വെഹിക്കിളിനാണ് തുടങ്ങുന്നത്. കാരണം ഹോണ്ട സിറ്റിയില് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്തൊരു ജനറേഷനും ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ജനറേഷനുമാണ് ഈ 4th ജനറേഷൻ. കാരണം നല്ല ഫ്യൂൽ എഫിഷ്യൻസി ആണ്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല യാത്രാ കംഫർട്ടും കൂടിയുള്ള ഒരു വാഹനം. ഇത് 2019 രജിസ്റ്റർ വണ്ടിയാ. 19 രജിസ്റ്ററാണ്, 18 മോഡലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു സിംഗിൾ ഓണറാണ്. നമ്മൾ ഒരു ഡോക്ടർ യൂസർ വണ്ടി. ഇനി ഡോക്ടർ യൂസർ എന്ന് പറയുമ്പോൾ തന്നെ ചിലവർ കമന്റിൽ വരുന്നുണ്ട് അയാൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ കൊമ്പൊന്നുമില്ല. നമ്മളൊരു കസ്റ്റമറൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മൊത്തം കമ്പനി സർവീസ് ആയിരിക്കും. ഇത് ഇന്നലെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ. ഈ സാധനം നമ്മൾ കൊടുക്കുന്ന വില കേട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു 2015-16 വണ്ടി കൊടുക്കുന്ന വിലക്ക് കൊടുക്കണം. 19 രജിസ്റ്റർ 18 മോഡൽ വണ്ടിയാണ്. V ഓപ്ഷനാണ്. ഈ സാധനം നമ്മൾ 6,70,000 രൂപ. 6,75 ഓഫർ പ്രൈസിന് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണില് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാഷ് ബാക്കും കിട്ടും. ക്യാഷ് ബാക്ക് കിട്ടും. അത്രയും പക്ക മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാൻ സർവീസ്, ഗ്യാരണ്ടി വണ്ടി, ഗ്യാരണ്ടി പെർഫോമൻസ്, അത്രയും പക്കായിട്ടുള്ള വണ്ടി. നമ്മൾ അടുത്ത് സ്വിഫ്റ്റ് ആണ്. ഫസ്റ്റ് തന്നെ സിൽവർ ഫിനിഷിംഗ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 90,000 കിലോമീറ്റർ. നമ്മള് വളരെ ചെറിയ റേഞ്ചിൽ ഇത് കൊടുക്കും. 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 5 ലക്ഷം രൂപയ്ക്ക് 2021 മോഡല് VX AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുന്നുണ്ട്. മേജറായ ആക്സിഡന്റ് റീപ്ലേസ് ആക്സിഡന്റിലെ ടയർ ഭാഗം ഫുൾ ആണ്. എല്ലാ ഭാഗം ഫിറ്റ് ആണ്. നമുക്ക് പാലക്കാട് രജിസ്ട്രേഷൻ 5.5 ലക്ഷം രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും? ഇത് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ് ഇല്ല. ദെൻ വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. ഒരു കളർ ചേഞ്ച്, ഒരു അടിപൊളി കളർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2023 മോഡൽ ZXi ആണ്. 2023 ഏറ്റവും ഫുൾ ലോഡ് കേട്ടോ. ഫുൾ കട്ട ടയേഴ്സ്, ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ വന്നിട്ടുണ്ട് അല്ലെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ചെറിയ 1-2 ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യും. നമ്മൾ 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ ടയേഴ്സ് ഒക്കെ ഫുൾ ആണ്. കിലോമീറ്റർ പറഞ്ഞത് 45 ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഇല്ല. എത്ര ചോദിക്കുന്ന ഈ
എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ചോദിക്കുന്നത് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് 6.5 ലക്ഷം രൂപയ്ക്ക്. 6.5 ലക്ഷം രൂപ നിലവിലിപ്പോ 4 സിലിണ്ടർ ആണ്, ഇപ്പൊ 3 സിലിണ്ടർ ആണ് ഇറങ്ങുന്നത്. അപ്പൊ 4 സിലിണ്ടർ തന്നെ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 6.5. 6.5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയ്ക്ക് 2023 മോഡൽ കൊടുക്കുക, ഫുൾ ലോണും കൊടുക്കുക. ഫുൾ ലോണും കൊടുക്കുക അല്ലേ? അടുത്ത നമുക്ക് 7 സീറ്റർക്ക് പോവാം. അത് W11 ഓപ്ഷനിൽ വരുന്ന മഹീന്ദ്ര SUV 500. അത് വൈറ്റ് ഫിനിഷിംഗ് ആണ്, അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടി. ഇതൊക്കെ നല്ല കിടുവാണ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 സീറ്റർ വണ്ടി. അത് ഡീസൽ വേരിയന്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? SUV 500 ഏറ്റവും കൂടിയ വേരിയന്റ് W11 ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓരോ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പിന്റെ ആണ്, നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 7 സീറ്റർ ആണ്. ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ അല്പം കൂടുതൽ, ഒരു 1.30 മുകളിലൊക്കെ ആയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. 2019 മോഡൽ ടൈപ്പ് 3 ജെൻ ആണ്. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 10,90,000 രൂപയ്ക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാം. 10,90,000 ഇത് ഒരു 50-60 കോടി വണ്ടിയൊക്കെ ആണെങ്കിൽ 13 രൂപ 13 രൂപയ്ക്കാണ് മാർക്കറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത്. 10,90 കൊടുക്കുക. 10,90 മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ കയറും. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഡീസലില്, ഓട്ടോമാറ്റിക്. അടുത്താണ് ഒരു ക്രെറ്റയാണ്, 3rd ജനറേഷൻ ക്രെറ്റ. വൈറ്റ് ഫിനിഷിംഗിൽ പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2020 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്, പനോരമിക് സൺറൂഫ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്, ഓപ്ഷനിലാണ്. ഓക്കെ, അതും ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ഒരു ടച്ചപ്പ് കയറാത്ത വണ്ടി KL9 പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. കറക്റ്റ് ജെനുവിൻ സർവീസ്. 5 ടയർ പുതിയത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഇൻഫോർടൈൻമെന്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് നമുക്ക് 12,90,000 രൂപയ്ക്ക് കൊടുക്കുക. 12.5 ലക്ഷം ലോൺ ഇട്ട് കൊടുക്കുക. അപ്പൊ 40,000 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കല് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഫുൾ ഹിസ്റ്ററി ഉള്ള ഈ കിട്ടുന്ന വണ്ടി ഉണ്ടാവും അല്ലെ? ഇനി അതല്ല വൈറ്റ് അല്ല, അതിന്റെ ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് ബ്ലാക്ക് കൂടി വരുന്നുണ്ട്. സെയിം വണ്ടി മാനുവൽ ആണ് അല്ലെ? സെയിം ഓപ്ഷൻ ആണ്. അപ്പൊ മാനുവൽ വേണ്ടവർക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 98,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. എത്ര ചോദിക്കുന്ന ഇത് നമുക്കൊരു 12,40 കൊടുക്കാം. 12,40 ഫുൾ ഓണിൽ കൊടുക്കാം. നമ്മൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന അതും ഏറ്റവും ടോപ്പ് എൻഡില് ഡീസൽ മാനുവൽ. ഇതിന്റെ ടൈപ്പ് 1 1.4 ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിന്റെ തന്നെ നമുക്ക് ഒന്നുകൂടെ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ടൈപ്പ് ഉണ്ട്. ഒന്നുകൂടെ ബഡ്ജറ്റ് റേഞ്ചില് ക്ലച്ച് നോക്കുന്നവർക്ക് ഒരു വൈറ്റ് ഫിനിഷിംഗ് 1.4 E+ ആണ് വണ്ടി. E+ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫാൻസി നമ്പർ ആണ്. ഇത് നമുക്കൊരു 6,90,000 രൂപയ്ക്ക് കൊടുക്കും. E+ ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് ഒരു ക്രെറ്റ കേട്ടോ. ഡീസൽ വണ്ടിയാണ്. അന്നത്തെ ഫുള്ള് അല്ല, ഫുള്ള് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. മൈലേജ് 20ന്റെ അടുത്ത് മൈലേജ് കിട്ടും. 6,90 6,95 ഫുൾ ലോണില് നമുക്ക് വണ്ടി കൊടുക്കാം അല്ലെ? അടുത്തതാണ് നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റ് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു കിള്ളം വണ്ടിയാണ്. സെഡാൻ ടൈപ്പ് നിസാന്റെ സണ്ണി. ഇതെങ്ങനെയായിരുന്നു? 2017 മോഡലാ. എക്സൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 76,000 കിലോമീറ്റർ ആകും ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ നോക്കി നല്ല ഡീസലാണ്. 24 വരെ മൈലേജ് കിട്ടൂല. നല്ല സ്പേഷ്യസ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. എത്ര ഇതില് XV എന്ന് പറയുന്ന ഫുൾ വേരിയന്റിനേക്കാളും കുറവ് എന്ന് പറയുന്ന സാധനം പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും അലോയ്സും മാത്രമേ ഉണ്ടാവും. ബാക്കി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 3,60,000 രൂപ ഓഫർ പ്രൈസിന് കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്, ചെറിയ പ്രൈസ്. നല്ലൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വെറുതെ മറ്റേ ആധാർ കാർഡിന്റെ കോപ്പിയും പാൻ കാർഡിന്റെ കോപ്പിയായിട്ട് വന്നാൽ മതി. വണ്ടിയൊക്കെ കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ചെറിയ നമ്മള് ഇൻട്രോയില് പറഞ്ഞ്, അതായത് ഈ December 31 വരെ ഏത് വണ്ടി നമ്മളെടുത്ത് പർച്ചേസ് ചെയ്താലും ഫുൾ ടാങ്ക് ഫ്യൂലാണ്. ഫുൾ ഓഫറാണ്. സ്പെഷ്യൽ ഓഫറാണ്. അപ്പൊ നമുക്ക് ഏത് വണ്ടി വാങ്ങിയാലും ഫുൾ ടാങ്ക് ഫ്യൂലും കൂടി ഉണ്ട്. ഇത് നമുക്ക് അടുത്തൊരു 7 സീറ്റർ ആണ്, മഹീന്ദ്ര ബൊലേറോ അല്ലെ? ഇതിന്റെ ഒരു ഫോഗ് ലാമ്പ് ചെയ്യാനുണ്ട്. അതിപ്പോ 2 ദിവസമായിട്ട് കയറ്റി വെച്ചിട്ട് 2011 മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. 2011 സെക്കൻഡ് ഓണർ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
കിലോമീറ്റർ 110 ഓടിയിട്ടുള്ളൂ SLX എന്ന് പറയുന്ന വേരിയന്റ്. ഓക്കെ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വരും. ബൊലേറോനെ സംബന്ധിച്ച് ഓവർ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്യലില്ലല്ലോ. ഒറിജിനൽ ലുക്കിലാണ് വണ്ടിക്കണേ. എല്ലാ മെയിൻ്റെനൻസും നമ്മൾ തീർത്തിട്ടുള്ള അത്യാവശ്യം ഈ 2011 ആകുമ്പോൾ ചെറിയ റെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നല്ല പൈസ ചെലവാക്കി നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള വണ്ടിയാണ്. 340 ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? അത് ഇതൊക്കെ ആകുമ്പോൾ ഫണ്ടിങ് കുറയുന്ന വണ്ടികളാണ്. ഒരു 2.5 രൂപ. അടുത്ത് നമുക്കൊരു നല്ല ഫാമിലിക്ക് നല്ല ഫീച്ചേഴ്സും നല്ല കംഫർട്ടും ബോഡി ക്വാളിറ്റിയും കൂടെ തന്നെ ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ WRV അല്ലേ. പൊതുവേ നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കി ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ക്രൂസ് കൺട്രോൾ, 9-inch ടച്ച് സ്ക്രീന്, ഇവൻ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു ഡീസൽ വേരിയന്റ്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്, 1,10,000 കിലോമീറ്റർ ആണ്. വളരെ റീസണബിൾ റേറ്റ്. നമ്മൾ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിക്ക് കിട്ടുന്ന അതേ വിലയ്ക്ക് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന വണ്ടിയാണ്. ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടി. നമ്മൾ 6,45,000 രൂപ കൊടുക്കും. 6 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കും. 45 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് അതേപോലെ ഫാമിലി പർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനമാണ് ഓംനി. അത്യാവശ്യം നമുക്ക് അഡീഷണൽ ആയിട്ട് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഇനി ഒരു വർക്കും ചെയ്യിക്കാനില്ല, അത്രയും കണ്ടീഷൻ പറയാൻ പറ്റുന്ന ഒരു കിഡ്ലം ഓംനി കേട്ടോ. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ വണ്ടി നമുക്ക് ഇതിന് മാർക്കറ്റ് വിലക്കോ മോഡൽ വിലക്കോ കൊടുക്കാൻ കഴിയില്ല. ഒരു ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു, ഒന്ന് കൊടുത്തു. ഇതിന്റെ പ്ലാറ്റ്ഫോം അടക്കം നോക്കുക. ഇത് പേപ്പർ ഇട്ട് വെച്ചാണ് ചെളിയാതിരിക്കാനാണ്. പുതിയ പ്ലാറ്റ്ഫോം, എല്ലാ ഭാഗം കൊണ്ടും അത്യാവശ്യം ഫുള്ളാക്കിയിട്ട് പണിയെടുത്തിട്ടുണ്ട് വണ്ടി. അപ്പൊ അതുകൊണ്ട് അതിന്റെ മാർക്കറ്റ് വിലക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വില ഞാൻ പറയുന്നില്ല. ആവശ്യക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തോട്ടെ. 2010 മോഡലാണ്. ഫുൾ പേപ്പർ പുതിയതാണ്. എത്ര നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, കാരണം വില പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഇത് ഇത്ര വിലയൊന്നും ചോദിക്കും 2010. പക്ഷെ വണ്ടി വന്ന് കാണണം. വണ്ടി വന്ന് വെച്ചാൽ അതിന്റെ പ്ലാറ്റ്ഫോം അടക്കം ഫുള്ള് പുതിയതാണ്. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ വണ്ടി എണ്ണടിക്ക് ഓടുക ചെയ്താൽ മതി. പേപ്പർ പുതിയതാണ്. ഇത് നമുക്കൊരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? നമ്മുടെ അടുത്ത് 3 എണ്ണം ഉണ്ട്. ഒന്ന് ഇത് 2017 മോഡൽ V ആണ്. ഇത് നമ്മൾ NOC കൊടുക്കുന്ന വണ്ടിയാണ്. അതർ സ്റ്റേറ്റ് ആണ്. ഇനി ഒറിജിനൽ കേരള 2016 നമ്മുടെ അടുത്ത് സെഡ് ഉണ്ട്. ഒറിജിനൽ കേരള 2019 മോഡൽ G4 ഓട്ടോമാറ്റിക് ഉണ്ട്. ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിടുവാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല വർക്കും ടയേഴ്സ് കാര്യങ്ങളും എല്ലാ മേഖലയും പക്കയായിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ ഒന്നും പറയാനില്ല. ഒരു അതർ സ്റ്റേറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ടാക്സി ഓടി ചടച്ച വണ്ടികൾ ഇവിടെ കൂടുതൽ വരുന്നത്. ഇത് പക്ക പ്രൈവറ്റാ. അത് അതിന്റെ ക്വാളിറ്റി V ഓപ്ഷനിൽ സാധാരണ ടാക്സിയിൽ വരൂല. G4 ആയിരിക്കും. അതെ, G4 V ഓപ്ഷൻ ആണ്. എത്ര ചോദിക്കും നമ്മൾ ഈ വണ്ടിക്ക്? ഇത് നമുക്ക് NOCയിൽ ഒരു 12,000 രൂപ കൊടുക്കാം. NOCയിൽ 12,500 അല്ല. അവരുടെ ആവശ്യമുള്ള നമ്പറിൽ NOC എടുത്ത് കൊടുക്കുക അല്ല. അടുത്ത ചെറിയൊരു ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് നമുക്ക് ഒത്തിരി വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഓൾട്ടോ 800 വൈറ്റ് ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു? പൊതുവെ നമ്മുടെ അടുത്തുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വണ്ടികൾ ഉണ്ടാവില്ല, മാരുതിന്റെ വണ്ടികൾ കുറവാണെന്നൊക്കെയാ. ആ കുറവ് ഈ പ്രാവശ്യം പരിഹരിക്കണം നമ്മള്. ഇത് നമ്മള് 2017 മോഡൽ LXi ആണ്, സിംഗിൾ ഓണർ ആണ്, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കും. എത്ര രൂപ? 2,25,000 രൂപ. 2,25,000 2017 മോഡൽ VXi 10 രൂപ 2 ലക്ഷം രൂപയ്ക്ക് ലോൺ ഇട്ട് കൊടുക്കാം. അപ്പൊ അതാണ് ചെറിയൊരു പ്രൈസ് നമുക്ക് ഈ വാഹനം ഉണ്ടോ. ഇനി അതുകൊണ്ട് ഒരു BS6 വേരിയന്റ് ഇതൊക്കെ ഇപ്പൊ അടുത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴുകി തുടച്ചിട്ടും കൂടി ഇല്ല. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യണം. അതൊക്കെ 2022 മോഡൽ, വെറും 35,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, VXi ആണ്. എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല സീറ്റ് ഓവർ, എല്ലാ ഭാഗങ്ങളും ഫിറ്റ്. നമ്മുടെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ഇവിടെ തന്നെ 53 രജിസ്ട്രേഷൻ ആണ്. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 365 കൊടുക്കും. 2022 മോഡലാണ്. അറിയാലോ ഈ സാധനം ഇല്ല. നിലവിൽ ഇപ്പൊ ഒരു രസമില്ലാത്ത മോഡൽ കേട്ടനാണ്, കാണാൻ ഭംഗിയൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 365 കൊടുക്കാം. 3.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 15 രൂപ വണ്ടി ഇറങ്ങാം. അടുത്തൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഇല്ല. അതെ, 2008 കാലഘട്ടത്തിലൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു സാധനമാണ്. അന്നത്തെ ഒരു പ്രീമിയം കാറ്റഗറി ആയിട്ട് കൊണ്ടുവരുന്നത്. 11 മോഡലാ. അന്ന് മറ്റു വലിയ വണ്ടികളൊന്നും ഇല്ല. സമയത്ത് ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു ആൾക്കാർ. എക്സ്പ്രഷൻ വാരി വിതറാണ് വണ്ടി കണ്ടിട്ട്, വണ്ടിയുടെ പെർഫോമൻസും മൈലേജും ഒക്കെ കണ്ടിട്ട്. ഇത് ഈ സാധനം 2011 മോഡലാ, VDI ആണ്. ഇത് നമ്മൾ ചെറിയ വിലക്ക് 1.95 കൊടുക്കും. 1.95 കേട്ടോ. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം 18 രൂപ മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ലേ. ഇത് നമുക്ക് ഇന്നോവകൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ്. ഇവിടെ ഇപ്പൊ 2 സ്റ്റോക്ക് ഉണ്ട്, 2 പുറത്തുണ്ട്. ഇവിടെ ഉള്ള സ്റ്റോക്കില് ഇതൊന്നും നമ്മൾ 2014 മോഡൽ നമ്പർ ആയ വണ്ടിയാണ് G4.
ഇനി ഇതിന്റെ വ്യത്യാസം നമ്മൾ കാണിച്ചാൽ പോകുന്ന അടുത്ത വണ്ടി കാണിക്കുമ്പോഴാ ഇത് നമ്മൾ 7 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആയിട്ട് കൊടുക്കുകയാണ്. നമ്പർ ആക്കി KL55 നമ്പർ ആക്കിയിട്ട് 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 7 ലക്ഷം രൂപ ഒരു 5 റുപ്യക്ക് ലോൺ ചെയ്യാം. സുഖമായിട്ട് കയറും. സുഖമായിട്ട് കയറും. സെക്കൻഡ് ഓണർ ആയത് അവിടെ ഒരു ഓണർ ഇവിടെ ഒരു ഓണർ ആയി കഴിഞ്ഞു. ഇനി അതേ സാധനം തന്നെ ഇന്നോ ഇവിടെ വേറെ ഒന്നും കാണിക്കും നമ്മള്. അപ്പൊ നിങ്ങൾ വില പറയുമ്പോൾ ഞെട്ടിയിട്ട് കാര്യമില്ല, വണ്ടിയുടെ വ്യത്യാസം ഉണ്ടാവും. ഇതേതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 രജിസ്റ്റർ 14 മോഡൽ തന്നെയാ. G4 തന്നെയാ. ഇത് പക്ഷെ ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റി ആയിരിക്കും. അത്രയും നമുക്ക് 100% ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും. 2.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. G4 ആണ്. ആ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്പർ ആക്കിയിട്ട് നമ്മൾ 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു. ഇത് നമ്മൾ NOC 7.25 കൊടുക്കും. അതാണ് വ്യത്യാസം. വണ്ടിയുടെ ക്വാളിറ്റിയാണ് വ്യത്യാസം. ഞാനും മമ്മൂട്ടി ഒരേമാതിരി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. റേറ്റ് അല്ലേ പ്രധാനം. അടുത്ത തവണ ചെറിയൊരു ബഡ്ജറ്റിൽ ഫാമിലിക്ക് നല്ലൊരു കിടിലൻ വാഹനമാണ് i20യുടെ ഫസ്റ്റ് ജനറേഷൻ. അതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് ആണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല്? 2011 മോഡലാണ്. സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അന്നത്തെ സ്പോർട്സിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അലവിലൊക്കെ ആഡ് ചെയ്ത് വന്നിരുന്ന വണ്ടിയാണ്. അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അന്ന് ഇത്തരം ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ ഇല്ല എന്നുള്ളതായിരുന്നു. ബ്രാൻഡ് അംബാസഡർ അത്രയും പവർഫുൾ ആയിട്ട് കയറിയ സാധനമാണ്. ഇത് നമ്മള് സെക്കൻഡ് ഓണറാ. 1.30 ഓടിയിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കറക്റ്റ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ മേജർ ആക്സിഡന്റോ ഫാൾട്ടുകളോ ഒന്നുമില്ല. എഞ്ചിനൊക്കെ പക്ക ജെനുവിൻ ആണ്. ഇത് നമുക്ക് അതും 1.95 കൊടുക്കും. ഇത് 1.95 നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നേരത്തെ WRV പറഞ്ഞ പോലെ തന്നെ ഹോണ്ടയുടെ മറ്റൊരു വാഹനമാണ് ജാസ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ അല്ലേ. 2017 മോഡല് SMT ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗം കൊണ്ട് പക്കയാണ് വണ്ടി. വണ്ടിയൊക്കെ നല്ല കിടുവാണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ. പിന്നെ ഇതൊരു സെഡാന്റെ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. സോ മെയിൻ്റെനൻസും പൊതുവെ വളരെ കുറവാണ്. കിലോമീറ്റർ ഒക്കെ വരുന്നത് പൊതുവെ ഹോണ്ടന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവാണല്ലോ. ഇത് 85 ഓടിയിട്ടുള്ളൂ. നമ്മളിതൊരു ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വിലയായിട്ട് പറയണം 3.95 കൊടുക്കും. 17 മോഡലുള്ള വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് ഹോണ്ട ജാസിന്റെ പ്രൈസ് ആണ് 3.95 ഫൈനൽ വില. മാക്സിമം ലോണും ചെയ്യാം. അടുത്ത തവണ നമുക്കൊരു കിടിലൻ വണ്ടിയാണ് 7 സീറ്ററിൽ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന റെനോ ലോഡിജി. അല്ല, ചില ആൾക്കാർക്ക് ഈ മാരുതിന്റെ ഇരട്ടിക താല്പര്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അത് ബോഡി ബിൽഡപ്പും ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൂടുതലുള്ള വണ്ടി ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. അത് ഈ ഇങ്ങനത്തെ വണ്ടികൾ ചോദിച്ചു വരുന്നവർക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് റെനോൾട്ടിന്റെ ലോഡ്ജിയാണ്. ഇത് 2015 മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് 85 മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജ് കൂടുതലും കൂടി കിട്ടുന്ന ഒരു എഞ്ചിനാണ്. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് ഫൈനല് ഒരു 3.75 7 സീറ്റർ ആണ്. ഡീസലാണ്. 18 മൈലേജ് കിട്ടുന്ന വണ്ടിയില്ല. ഇത് നമുക്കൊരു ടാറ്റ നെക്സോൺ അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് 2018 മോഡൽ 19 രജിസ്റ്റർ മറ്റേ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണ് ഓട്ടോമാറ്റിക് ആണ്. 18-20 മൈലേജും കിട്ടും. നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും എല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഇത് നമുക്ക് ഫൈനല് ഒരു 6,80,000 രൂപയ്ക്ക് കൊടുക്കാം. ബേസിക്കലി പലവരായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് വണ്ടിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണ്. ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണല്ലോ. ഒരു ലോറി ഒന്ന് കുത്തിയാലും ലോറിക്ക് എന്തെങ്കിലും പറ്റുന്നല്ലാതെ ഇവനൊന്നും അത്രയും നമുക്ക് സേഫ്റ്റി ഉള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 6.5 ലക്ഷം വരെ ലോൺ കയറും. ഫുൾ ലോൺ ചെയ്യാം. പ്രീമിയം വെഹിക്കിൾ രണ്ടും BM ആണ്. X1 ആണ്. ഇതും X1 തന്നെയാണ്. രണ്ടും X1 ആണ്. ഇത് ഒന്ന് 2011 ആണ്, 2012 ആണ്. രണ്ട് ഒറിജിനൽ കേരളയാണ്. ഇതാണ് ഫസ്റ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2011 മോഡല്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. മെയിൻ്റെനൻസും ഒരു വിട്ടുവീഴ്ചയില്ല. ചെറിയ വിലക്ക് കൊടുക്കും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 5,90,000 രൂപയ്ക്ക് 2011 മോഡൽ BM ഒറിജിനൽ കേരള കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടി 5,90,000 രൂപയ്ക്ക്. അതാണ് സ്വിഫ്റ്റ് വാങ്ങുന്ന പ്രൈസിനാണ് ഒറിജിനൽ കേരള BM X1 ആണ്. മേജർ കംപ്ലൈന്റ്സ് ഒന്നും വരാത്ത വണ്ടിയാണ്. 5.95. നമുക്ക് ലോൺ ചെയ്യാൻ സൗകര്യം? ലോണ് കസ്റ്റമർ ഡിപ്പെൻസ് ആണ്. ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അടുത്താണ് വീണ്ടും ഒരു X1 തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗ്. ഇത് ഒറിജിനൽ കേരള തന്നെയാണ്. ഒറിജിനൽ കേരള. ഇത് 2012 മോഡലാണ്. 12 മോഡൽ അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 130-35 റേഞ്ചാണ് രണ്ട് വണ്ടി. ഓക്കെ. ഇത് എങ്ങനെ നമ്മൾ ചോദിക്കുന്നത്? നമുക്കൊരു ഫൈനൽ 6.95 കൊടുക്കാം. 6.95 കൊടുക്കാൻ പറ്റില്ല.
അപ്പോൾ അതാണ് നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ചെറിയ ഹാഷ് ബാഗിന്റെ പ്രൈസിനാണ്. ഇത് 695, മറ്റേ നമുക്ക് 595, രണ്ടും ഒറിജിനൽ കേരള വാഹനങ്ങളാണ്. എഗെയിൻ വീണ്ടും നമുക്കൊരു 7 സീറ്റർ തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് തന്നെ വരുന്ന ഒരു SUV 500. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡല് W7 ആണ്, സോറി W6 ആണ്, ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 7 സീറ്റർ ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ കഴിയും. 760 നമുക്ക് ഫൈനൽ കൊടുക്കും. 7,60,000 അത് നമുക്ക് ഫുൾ ഓണിൽ എടുക്കാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ദെൻ അഗൈൻ നമുക്ക് വീണ്ടും ഒരു കിട്ടുന്ന വണ്ടിയാണ് കിയയുടെ സോണറ്റ് ആണ്. അതും ബ്ലാക്കിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന HTX പ്ലസ് ആണ്. സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരും. ഇതേ സാധനം തന്നെ നമ്മുടെ അടുത്ത് GTX ഉണ്ട്. GTX-ഉം HTX-ഉം പ്ലസും തമ്മിൽ പറഞ്ഞാൽ നോമിനൽ ഒരു ചെറിയ ചെറിയ വേരിയന്റിൽ വ്യത്യാസമുള്ളൂ, ഫീച്ചേഴ്സിൽ വ്യത്യാസമുള്ളൂ. ഒന്ന് മറ്റേ വയർലെസ് ചാർജർ അങ്ങനെയുള്ള സാധനം, പിന്നെ ക്രോമിങ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഔട്ട്ഫിറ്റിൽ മാത്രമുള്ള വ്യത്യാസമേ വരുള്ളൂ. സീറ്റ് വെന്റിലേഷനിലൊക്കെ ഇതും വരും, അതിലും വരും. കിലോമീറ്റർ ഇത് 68,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ആണ്. അതെ. എത്ര ചോദിക്കും നമ്മൾ? ഇത് വില ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ വണ്ടികളൊക്കെ കുറച്ച് വില കൂടിയിട്ടപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളാണല്ലോ കൂടുതൽ ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. ഇപ്പൊ നമുക്കിതൊരു നമ്മൾ ചോദിക്കുന്നത് 990 ആണ്. 990 ഡീസലാണ്. നമ്മൾ ട്രാക്ക് ഒക്കെ ഫുൾ ഓൺ കൊടുക്കാം. അതെ, GTX സെയിം വണ്ടി GTX ഉണ്ട് നമ്മുടെ. ഒരു 10,000 കൊടുക്കാം. 10,000 കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ LFC കിങ്സിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണ നമ്മളെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ABC മോട്ടോഴ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതിന് വേണ്ടി കാണാം. റിയാസനായി. താങ്ക് യു.